ഹലോ ഗായ്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ട്രെൻഡ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാല്, ഇന്ന് ഞങ്ങള് കുറച്ച് സ്ട്രോബെറി ഒക്കെ പറിക്കാൻ എന്താണെന്നോ തന്റെ പരിപാടി പറയൂ. ഇന്ന് ഞങ്ങള് കുറച്ച് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ച്. എവിടെയാണ് സ്ഥലം? വാരിങ്ടണിലല്ലേ? വാരിങ്ടൺ അല്ല, ക്രൂ അടുത്ത്. ക്രൂവിന്റെ അടുത്ത് ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്. പിന്നെ വേറെ എന്താണല്ലോ, സൺഫ്ലവറിന്റെ ഫാം ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഇന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ സ്ട്രോബെറി പറിക്കണം. അതെ, ഞാൻ ഇവളും പിന്നെ ജെബിൻ ചേട്ടൻ, കൃപ, കൊച്ച്, അനു ചേച്ചി, പിന്നെ ഡാനി അവിടെ നിന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഓപ്പണിംഗ് ടൈം 9:10 ആണ്, പക്ഷെ ക്ലോസിംഗ് ടൈം 5 മണിയാണ്. അപ്പൊ ഇപ്പൊ സമയം ഒരു 12 ഒക്കെ കഴിഞ്ഞു. അപ്പൊ നീ എന്തിനാ ചിരിച്ചെന്ന് എനിക്കറിയാം ഗൈസ്. എന്റെ വാച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിലത്തെ ടൈമാന്നുള്ളൂ. നാട്ടിലത്തെ ടൈം നമ്മൾ കൊണ്ടു നടക്കണ്ടേ. ഇനിയിപ്പോ എന്താ, നാട്ടിൽ പോയി വന്നപ്പോ ഇത് മാറ്റി വേണ്ട, ഇത് വെച്ചിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്റെ അച്ഛനും അമ്മയും എന്താ ചെയ്യണേ ഇപ്പൊ എനിക്ക് അറിയണ്ടേ. അപ്പൊ അവരെ വിളിക്കാം. അതിനൊന്നും അല്ല, സത്യത്തിൽ മാറ്റം മറന്നതാ. എന്തായാലും ഇരിക്കട്ടെ. അപ്പൊ 12 എന്തോ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ ജെബിൻ ചേട്ടനും കൃപേനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം. അവര് സൺഡേ തന്നെ പള്ളിയിൽ പോയിട്ട് വരുന്നുണ്ട്. അതിനും ഒരു 3 കൂടെ പള്ളിയിൽ പോയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവര് വന്നു കഴിഞ്ഞാൽ പോയിട്ട് നമ്മള് സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് കാണാം. അപ്പൊ സ്ട്രോബെറി പറിക്കാൻ പോകും. നമ്മുടെ VVIPs എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നയിക്കുന്ന യാത്ര. നിൽക്കുന്ന അനുചേച്ചി കാണിക്കേ, അനുചേച്ചിയാണ് ഇത്. അപ്പൊ ഞങ്ങള് യാത്ര ആരംഭിക്കാണ്. ടാറ്റ ഗായ്സ്, ബൈ. ഇനി സ്ട്രോബെറി തോട്ടത്തിൽ വെച്ച് ബാക്കി. ഓക്കെ ഗായ്സ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റോപ്പ് ഇട്ട അതിന്റെ ഇടയില് B&M കയറി കുറച്ച് ആക്കിസ്ഥാനുകളൊക്കെ മേടിക്കാൻ കഴിക്കാൻ. കാര്യം ഡാനി എത്തുന്നുള്ളൂ, അവളുടെ ട്രെയിൻ ഡിലേ. അപ്പം ആ നേരം വെറുതെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ B&M വന്നു. കുറച്ച് വേഫിൾസൊക്കെ വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോവും. സ്ട്രോബെറി ഫാം അടയ്ക്കുന്നതിന് മുന്നേ എത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. മേരി എത്തിയിട്ടുണ്ട്, കള്ള് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഡാനി അവസ്ഥ. ബാക്കി തിന്നു ജ്യൂസും കൊണ്ടിട്ടുണ്ട്. സാധനം എടുക്ക്. ജപിഞ്ഞേട്ടാ സോറി കേട്ടാ, വണ്ടി ഓടിക്കല്ലേ, ശ്രദ്ധിച്ചോളൂ. പാപ വണ്ടി ഓടിക്കും. ഇതേത് വർഷത്തെയാ? ഈ പ്രാവശ്യം മറ്റാനോ. ജ്യൂസ് ഏതാ? ക്രാൻബെറി ജ്യൂസ് നല്ലതാണോ? നോക്കട്ടെ, തന്നെ ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് തരാം. നീ കുടിച്ചിട്ട് വന്നതാ. സാധനം എടുക്ക്. ഇതിന്റെ അടിയുള്ളൂ കേട്ടോ. ആദ്യം കിട്ടണവർക്ക് മാത്രമേ കിട്ടില്ല. ക്യൂ ഇതേ ക്രാൻബെറി ഗുഡ് ടു പ്രിവെന്റ് UTI. ഗായ്സ്, അങ്ങനെ ഞങ്ങളത് സ്ട്രോബെറി ഫാമിന്റെ എൻട്രൻസ് ലോട്ട് കയറി. മറ്റേ ഇതാണോ മറ്റേത് സംഭവം? ഹാലോവീന് വേണ്ടിട്ട് പല ഫ്രൂട്ട്സുകൾ വരുന്ന ഫാമ. ഹാലോവിന്റെ സാധനമൊക്കെ ഉണ്ട്. അല്ല, ശരിക്കും ഉണ്ട് ഹാലോവിന്റെ. ഗൈസ്, ഈ കാണുന്ന തലയുണ്ടോ? ഈ തല ഇന്ന് ഇവിടുന്ന് മാറും. വീഡിയോയിൽ കാണിക്കൂട്ടോ. അല്ലല്ല, തിരക്കുണ്ട് ആൾക്കാരുണ്ട്. നമ്മുടെ സൺഫ്ലവർ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഗൈസ്, സ്ട്രോബെറി തോട്ടത്തേക്ക് വന്നപ്പോ ഡാനിയുടെ തലയിലുള്ള സ്ട്രോബെറി സ്ട്രോബെറി കൂടെ വായിലിരിക്കണേ. ഈ സ്ട്രോബെറി നിങ്ങള് ശ്രദ്ധിക്കാതെ പോവരുത്. ഇവിടെ ഉണ്ട് സ്ട്രോബെറി. നിന്റെ തലയിലും ഉണ്ട് സ്ട്രോബെറി. കണ്ടില്ല നിങ്ങള്? കണ്ട തലയിൽ കണ്ട രണ്ട്. അല്ലെന്താ 40 കൊണ്ടിരിച്ചു. 4:40 50p കൊടുക്കണം. 5 pound ടബ് are now 50p. However, every time you return back with the tub you can. അപ്പൊ നമ്മൾ ഇവിടുന്ന് ടബ് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. എടുക്കട്ടെ, നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം. പൈസ അങ്ങനെ എല്ലാരും ഓരോ കൊട്ടേര് നടക്കുന്നുണ്ട്. ഞാൻ 1 കിലോ സ്ട്രോബെറി ഞാൻ അവിടുന്ന് കഴിക്കും. 1 കിലോയാ? 1 കിലോ എന്താ? ഏതാണ് വയറും വാടക എടുത്ത് വന്നിട്ടുണ്ടോ? 1 കിലോ സ്ട്രോബെറി കഴിക്കാൻ പോണേ. നീ ഒന്നും കഴിക്കണ്ടല്ലോ. 1 കിലോയോ? ആരെങ്കിലും വലുത് കാണാനില്ലല്ലോ.
അതിന് കാശ് കൂടുതൽ കൊടുക്കണേ. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ കയ്യിലുണ്ട 2 കൊട്ടൊക്കെ എല്ലാരുടെ കയ്യിലും ഓരോരോ കൊട്ട. അല്ല ഒന്ന് ഡാനഡ് ഒന്ന് എന്റെ എന്താ ചേട്ടാ പറഞ്ഞോളൂ. ഷീറ്റ് അല്ല ഇതാണ് ആക്ച്വലി സ്ഥലം. ഇതാണ് ഫാം. അങ്ങനെ ചെയ്യരുത്. എടി ഇതാണോ നിന്റെ സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞ? കുറവാന്ന് തോന്നണേ ഇവിടെ ആരും ആൾക്കാർ കുറവാ. നമുക്കേ ഇനിയുണ്ടോ വേറെ സ്ഥലം? അതിന്റെ അങ്ങോട്ടേക്ക് കാണാമായിരിക്കും ചിലപ്പോ. അങ്ങോട്ടൊക്കെ കാണൂന്നേ. ഒക്കെ പച്ചടി. ഇവര് വേറെ വാങ്ങിട്ടൊക്കെ പോവാൻ വേണ്ടിട്ടാ കാണിക്കാൻ. ആരാണ്ടൊക്കെ പോണവരോട് ഇച്ചിരി പെരക്കി എന്നിട്ട് അതിന്റെ പൈസ കൂടി ഇവിടെ കൊടുക്കാൻ അല്ലേ? ഗൈസ് ഇവിടെ കൊറേ ഒക്കെ കാലി കേട്ടോ. ഇവിടെ ഒന്നും ഇവള് പറ്റിച്ച് ഇവിടെ ഇതാ ഈ വഴി അത്ര. അല്ലാതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്ട്രോബെറീസ് ഈ വഴി. ഓരോന്ന് വീതം പറക്കണായിരിക്കും. ചെടി മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളില്. സ്ട്രോബെറി ഒന്നും ഇല്ല, എല്ലാം പച്ചയാണ്. പച്ചയാണല്ലോ. ഞാനിപ്പോ കാണാൻ പോകുന്നുണ്ട്. അയ്യോ അത് ചീഞ്ഞും പോയി. എടി ഇവിടെ നിന്ന് ആയിരിക്കില്ല, ചിലപ്പോ അപ്പുറത്തായിരിക്കും. എവിടെ സ്ട്രോബെറി മധുരണ്ടോ? നല്ല രസമുണ്ട് ശരിക്കും. അല്ല മേടിക്കുന്ന കാര്യമാണോ നീ പുളിപ്പൊക്കെ ഇല്ല മേടിച്ചിട്ടും. ഇതേ കണ്ട സാധനം ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ. ഇവിടെ ഉണ്ടാ സ്ട്രോബെറിയുടെ ആപ്പിള് കിട്ടി. ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, ടെസ്റ്റ് പോലെ ഉണ്ട്. നല്ല വെച്ച് പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഭാര്യ കവറിൽ കളക്ട് ചെയ്യണം. വേറെ തന്റെ വായക്കാണോ പോകുന്നത് അതോ പെട്ടിക്കാണോ പോകുന്നേ? ഞാൻ പെട്ടിയിലിടും എന്റെ വായിലേക്ക് പോകും. ഞാനാരും കാണാതെ കഴിക്കണം. ഇവരൊക്കെ അങ്ങനെയാണ്. ഞാൻ കഴിച്ചു. ഈ കുഞ്ഞിതാണ് മധുരം. ഭാര്യയും ഭർത്താവും കൂടെ ആ റോല് നോക്കുക. അവര് മാത്രമേ ഉള്ളൂ. തിന്നാ എടുക്കുക. എന്റെ കൊച്ചു സേഫ് അല്ലേ? കൊച്ചിന് കൊടുക്കണ്ട നീ? നല്ല ഉറക്കം. ഇങ്ങോട്ട് വന്നോ. എനിക്കും കിട്ടി വരണം. ഇവിടെ ഒക്കെ ഉണ്ടെന്നാ. ടേസ്റ്റ് അറിയാൻ എന്തായാലും ആരും കാണാണ്ട് ഒരെണ്ണം തിന്നിട്ട് ഞാൻ പറയാം. മധുരം ഉണ്ടോ നോക്ക്. എടി ഇതിന്റെ അടിയിലാട്ടുള്ളതൊക്കെ. അതെ മധുര നല്ല കേട്ടോ മധുരം ഉണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചല്ല. അടി അവനെ തിന്നാൻ കൊടുക്കല്ലോ കേട്ടോ. നീ പെട്ടിയിൽ ഇറക്കണ വരെ അവളെ വയറാ ഇറക്കുന്നേ. ഇവിടുത്തെ പറച്ച് തീരണേ നോക്ക്. നല്ല വലുതുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതിലെ കൂടി കയറുന്നു. ഞാൻ അവനെ എടുക്കാം. ഞാൻ പിടിച്ചോളാം. ഇതൊന്ന് പിടിച്ചോ. ഒരു പച്ചക്ക് ഇടുക. കാര്യം 2 ദിവസം കഴിഞ്ഞാല് പഴുത്തിട്ട് വീട്ടിൽ നിന്നും തിന്നാലോ. നോക്കട്ടെ. കേടലൊക്കെ നീ എടുത്താണ്. അത് തിന്നോ? ഇതൊക്കെ നോക്ക്. അത് തിന്നോന്ന് കളയാനല്ലേ. ഇത്രയും ബുദ്ധി. ആ കേടുള്ളത് വെയിറ്റിൽ പെടല്ലോ. പൈസ അങ്ങനെ ഞങ്ങളൊരു കൊട്ട സ്ട്രോബെറി ആയിട്ട് ഞങ്ങളത് ഇവിടുത്തെ സ്ട്രോബെറി വരിക്കലെല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ച് ഇനി വേറൊരു സൺഫ്ലവറിന്റെ ഫാം കൂടി ഉണ്ട്. അവിടേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. വെറുതെ സംസാരിക്കും. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ?
എങ്ങനെയാന്ന് കാണിച്ച കൃപ 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 പെണങ്ങല്ലേ കൃപ. ഒറ്റ പ്രാവശ്യം കൂടി. ഇത് ഫൈനലാണെന്ന് പറഞ്ഞ ഫൈനലാണ്. ഫൈനലാ. ഇവളുടെ കട്ട്സ് പിന്നെ അത് കാണിക്കാൻ ഈശ്വരാ. ഇതാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു ഇത്. ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ലോണ് പോലെയൊക്കെ ആയിട്ട് ഇത് ആ കാണുന്നതില്ലേ ഓരോരോ ഇങ്ങനെ ടെന്റ് പോലെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അവരതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ജസ്റ്റ് അവിടെ ഒരു വെള്ളത്തിൻ്റെ ഇതുപോലെ. ഇനി നമ്മൾ എങ്ങോട്ടാ? അല്ലല്ലോ ഡാനിയോട് സൺഫ്ലവർ ഓയിലാ. ആനന്ദ എണ്ണ ആട്ടാൻ പോവാണ്. ഡാനി നീ എങ്ങോട്ടാ? ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തിരി സ്ട്രോബെറി വേണോ? ശരിക്കും അല്ല പോടി ഇവിടെ എത്തിയിട്ട് തിന്നാന്ന്. ഇവളെ ഇപ്പൊ പോലീസ് പിടിക്കും. കല്യാണം ഇത്രയും കളർന്ന് മനസ്സിലാവുള്ള. അത് എന്തത് നോർമൽ ഇത്രയും കളർ ഉണ്ടാവും സ്ട്രോബെറിക്ക്? വീട്ടിൽ ഇതിനാണോ സ്ട്രോബെറിക്ക് ഇത്രയും കളർ ഉണ്ടാവും? കളർ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും. നല്ല മധുരം ചിലതിന്. എവിടെ മധുരമുള്ള ഒന്ന് കടിച്ചു കിട്ടി സൈഡ് കടിച്ചിട്ട് താടി കിട്ടിയില്ല മധുരമുള്ളതൊന്നും. അതെങ്ങനെ എടുക്കുക നോക്കട്ടെ. എനിക്കറിയാതെ വല്ല പുഴൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അതല്ലേ ഞാൻ പറഞ്ഞ നേരത്തെ ഉണ്ടായി. ഞാൻ എല്ലാം കളയുന്നുണ്ട്. ഞാൻ മനുവിന്റെ തിന്നും. മറ്റേ പംകിന്റെ തുടങ്ങുന്നു ഒക്ടോബറില്. ഇവിടെ ആണെങ്കിൽ ഇനി ബെറി എന്തൊക്കെയോ ബെറീസ് ഉണ്ട്. എന്ത് ബെറി ആടി? മറ്റേ ബ്ലൂബെറിയാ? ചുമന്ന കളർ ബെറി. ബ്ലാക്ക് ബെറി, ബ്ലൂബെറി. ബ്ലൂബെറി അല്ല റെഡ് ബെറി. എനിക്കറിയില്ല എന്തോ ഉണ്ട്. അത് ആ സൈഡിക്കൊക്കെ ആയിട്ട് മറ്റേ ഇതാ തോന്നണു മറ്റേ പംകിന്റെ. ഇനിയിപ്പോ ഇവിടെ ഹാലോവീന്റെ ഇതിന് ഇവര് ഒരുപാട് മത്തങ്ങ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി അതിന്റെ കുറെ ഉണ്ട്. ആപ്പിള് എല്ലാം ഉണ്ട്. നല്ലൊരു ബിസിനസ്സാണ്. കൊള്ളാം. പിന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ വന്നിട്ട് ഡാനിയെ പോലെ വന്നിട്ട് 15 പൗണ്ടിനുള്ളത് തിന്നു. 1 പൗണ്ടിനും കണ്ട സാധനം മേടിച്ചു. നല്ല ബിസിനസ് അല്ലേ? കൊള്ളാം. വിശക്കുമ്പോ ഇനി ഇറങ്ങിയാ മതി. ഗൈസ് അപ്പൊ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഡാനിനെ ഞങ്ങൾ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങള് തിരിച്ചു പോവാണ്. അപ്പൊ ഓക്കെ. എന്നിട്ടാ ഡാനിയുടെ ബാക്കിയാണ് ഇന്ന് ഫുഡ്. അങ്ങനെ ഡാനിയുടെ ചെലവിനുള്ള ഫുഡ് ഞങ്ങൾ ഇതേ ഷോപ്പിലെത്തി. ഡാനിയുടെ ചെലവല്ലേ? ആ ഇത് ഞങ്ങൾ മലയാളി കടയിൽ എത്തിണ്ട്. ഇവിടെ ഒരു മലയാളി കട ഉണ്ട്, കേരള പെപ്പർ പറഞ്ഞിട്ട്. അപ്പൊ ആ കടയൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇല്ലേ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. എന്തായി ഡാനി, ഹാപ്പി അല്ലേ നീ? ഗൈസ് അങ്ങനെ ഡാനി ഞങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാ. ഡാനി ഫുഡ് വാങ്ങി തന്നിട്ടുണ്ട്. അതെ ഡാനി ഫുഡ് വാങ്ങി തന്നെ നമുക്ക്. ഡാനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്ക്കുന്നില്ലോ. അതെ ഗൈസ് അങ്ങനെ അതെ ഷവർമ കഴിക്കുമ്പോൾ അങ്ങനെ നോക്കാം. ഞങ്ങൾ ഷവർമയും പിന്നെ മന്തിയും ആണ് ഞങ്ങൾ. അതെ അപ്പൊ ക്രൂല് വരുന്നവരൊക്കെ ഈ കടയിൽ വന്നിട്ട് ഇവിടെ പക്ഷേ ഡൈനിങ് ഇല്ല, ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് വാങ്ങാൻ നോക്കിക്കോളൂ. ഡാനി ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞ ഡാനി കഴിച്ച് പറയണതിലാണ് എൻ്റെ ഒരു സന്തോഷം. അല്ല നാട്ടില് ഷവർമ്മ അത്ര ഇല്ല. എന്താടി എങ്ങനെയുണ്ട്? അനിയും അങ്ങനെ ഉണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? പ്രത്യേകിച്ച് ഡാനി ഡബിൾ ഹാപ്പി അല്ലേ? സംസാരിക്കാൻ വയ്യ, 2 കവളും നിറച്ചു വെച്ചിരിക്കുക. പേപ്പറൊക്കെ ആണോ തിന്നാൻ പോന്നെ? നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും അടിപൊളിയാട്ടാ അല്ലേ? മയൊക്കെ ശരിക്കും നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ ഞങ്ങളിത് ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൃപയുടെ വീട്ടിലെത്തി. ഏതാണ് കൃപയുടെ വീട്?
അപ്പോൾ അപ്പോൾ അതെ ഞങ്ങളത് നിക്കറുടെ വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് ഞങ്ങൾക്ക് അതെടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.